കോഴ്സ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു റിസോർട്ട് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു റിസോർട്ട് റീസെന്റ് നിയർ ബൈ അത് വയനാട് നമ്മളൊരു പ്രോപ്പർട്ടി എടുത്തിട്ട് ചെയ്തിരുന്നു. അത് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. നമ്മൾ അതിനോട് സുല്ല് പറഞ്ഞിരുന്നു, തോറ്റ് പിന്മാറി. ഓക്കെ, ആ സമയത്ത് ശരിക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റി ഒന്നും ഒരു സ്ഥലത്തും ഇല്ലാതിരുന്ന സമയത്ത് അഡ്വഞ്ചർ ക്യാമ്പിംഗ് എന്നുള്ള ടാഗ് ലൈനോട് കൂടി നമ്മൾ തുടങ്ങിയതായിരുന്നു. അന്ന് സിപ്പ് ലൈനും അല്ലെങ്കിൽ അങ്ങനത്തെ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റി ഉള്ള അതും ഏറ്റവും ഓഫ് റോഡ് ജീപ്പ് കയറി ആ യാത്ര തന്നെ മനോഹരമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഞാൻ അതിന്റെ ഇനാഗുറേഷൻ ഡേയിൽ നിങ്ങളൊക്കെ വന്നിരുന്നത് ലൈഫിലെ ആദ്യത്തെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ലോകത്തിലുള്ള സകല ദൈവങ്ങളെ വിളിച്ച് അത്രയും നല്ലൊരു പീക്ക് പോയിന്റിലായിരുന്നു. ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ഉള്ളത്. അന്ന് നമ്മൾ ഇട്ട പേര് കുറച്ച് എക്സാജറേഷൻ ആയിരുന്നു, ഡയർ 5000 എന്നായിരുന്നു. അതിന്റെ ക്യാപ്ഷൻ 5000 അടി മുകളിൽ 5000 മരങ്ങൾക്ക് നടുവിൽ. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്യും, അതിന് 5000 അടി ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടി ലേശം കുറച്ച്, മരങ്ങൾ 5000-ൽ കൂടുതലുണ്ട്. അപ്പൊ അതിലൊന്നും ഉണ്ട്, ശരിക്കും ഉണ്ട്. കാരണം ഞങ്ങൾ ആ കാട്ടിലൂടെ അത് നടന്നിട്ടുണ്ട് കുറെ ദൂരം. ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷേ അത് കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. കാരണം അതിനുശേഷം പ്രളയം, മറ്റേ പല, മാത്രമല്ല അത് ഈസി അല്ല. കാരണം അങ്ങനത്തെ ഒരു ലൊക്കേഷൻ അന്നത്തെ കാലത്ത് അത് മാനേജ് ചെയ്യാൻ ഒട്ടും ഈസി അല്ല. ഇന്ന് ഒരു പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് എടുത്തു, പക്ഷെ അന്ന് അങ്ങനത്തെ ഒരു സമയമായി. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, അപ്പോൾ എനിക്ക് ഇതിലൊന്ന് വിജയിക്കണമെന്നുള്ള എക്സ്പീരിയൻസ് അതെ ഉണ്ട്. ഞാൻ ആ തോൽവിയിൽ നിന്ന് എനിക്കൊരു വിജയിക്കണം എന്നുള്ളൊരു സാധനം വന്നു. അപ്പോൾ ഇപ്പൊ കറക്റ്റ് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ, പുല്ലൂരാമ്പാറ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ റിവർ സൈഡ് ഒരു റിസോർട്ട് നമ്മൾ എന്താ പറയുക, റിവർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ആളുകൾക്ക് റിവർ എക്സ്പീരിയൻസ്, ഒരു വെള്ളച്ചാട്ടമാണ്, ആളുകൾക്ക് നീന്താനുള്ള സൗകര്യമുണ്ട്, വെറുതെ വെള്ളത്തിൽ ഇറങ്ങി കിടക്കാനുള്ള നാച്ചുറലായിട്ട്, സ്വിമ്മിംഗ് പൂളൊന്നുമില്ല, ഏറ്റവും നല്ല. അപ്പോൾ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ.